വേദനകൾക്ക് അവസാനമില്ലാത്ത ഒരു കാലത്താണോ നിങ്ങൾ? ഓരോ ദിവസവും താങ്ങാനാവാത്ത പുതുതായ പ്രഹരങ്ങൾ ഏൽപ്പിക്കുന്നുണ്ടോ? യോബ് അതെല്ലാം അനുഭവിച്ചതാണ്. അവൻ്റെ ദേഹം മുഴുവനും വ്രണങ്ങൾ നിറഞ്ഞു, ത്വക്ക് അഴുകി, അവൻ്റെ തൊലി ഒരു ഓട്ട് കഷ്ണം കൊണ്ട് ഉരച്ച് ചാരക്കുമ്പാരത്തിലിരിക്കുന്ന യോബിൻ്റെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കുക. സ്നേഹിതന്മാർ അവനെ തെറ്റിദ്ധരിച്ചു. സകലതും നഷ്ടപ്പെട്ടവനായി അവൻ തീർന്നു. പക്ഷെ ആ ഇരുണ്ട താഴ്വരയിലും യോബ് തൻ്റെ പ്രത്യാശ മുറുകെ പിടിച്ചു. അവൻ പറഞ്ഞു, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും. എല്ലാ വിശദാംശങ്ങളും അറിയാൻ യോബ് മുതിർന്നില്ല. ഇപ്പോൾ അവൻ ചാരക്കൂമ്പാരത്തിലിരിക്കുകയാണ്. അവൻ്റെ കഷ്ടതയ്ക്ക് ഒരു പര്യവസാനമുണ്ടെന്നും ആ പര്യവസാനം ദൈവവുമായുള്ള ഒരു പുതിയ ജീവിതത്തിൻ്റെ ആരംഭമാണെന്നും അവൻ വിശ്വസിച്ചു. അവൻ പറഞ്ഞ ഓരോ പ്രയോഗങ്ങളും ശ്രദ്ധിക്കുക. ഞാൻ ദൈവത്തെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും. ഈ പ്രത്യാശ വളരെ ശരിയായിരുന്നു. കഷ്ടത യോബിനെ സംബന്ധിച്ചിടത്തോളം ഒരു അവസാന വാക്കല്ലായിരുന്നു. അവൻ തന്നിലും ഉന്നതനായവനെ കണ്ടു. അവൻ ആ ഉന്നതനായ ദൈവവുമായി തനിക്ക് ഒരു ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കി. അതായിരുന്നു അവൻ്റെ പ്രത്യാശയുടെ രത്ന ചുരുക്കം. നിങ്ങളുടെ ഇപ്പോഴത്തെ കഷ്ടത കൊണ്ട് കഥ അവസാനിക്കുന്നില്ല. നമ്മുടെ വീണ്ടെടുപ്പുകാരനെ നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്ന ഒരു ദിവസം വരുന്നു. അതുവരെ പിടിച്ചു നിൽക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.